Hello everyone, welcome to G-Board Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ഓണം എക്സാം പോർഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ പല കുട്ടികളും എന്നോട് ചോദിച്ചൊരു സംശയമുണ്ട്. ആ സംശയം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾ 2 കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓണം എക്സാം പോർഷൻസിൻ്റെ വീഡിയോ കണ്ടിരുന്നോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, എത്ര ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിലും കംപ്ലീറ്റ് ആയി? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പല കുട്ടികളും ഓണം എക്സാം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ nafi.edu.pot എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാം പോർഷൻസിൻ്റെ വീഡിയോ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ nafi.edu.pot എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോളൂ, ഒന്ന് മെസ്സേജ് അയച്ചോളൂ. അതായത് പല കുട്ടികളോട് ചോദിച്ച കാര്യം, അതായത് സോഷ്യൽ സയൻസ് 1 അതായത് ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യൽ സയൻസ് 2 അഥവാ ജോഗ്രഫി ആണെങ്കിലും ഓണം എക്സാമിൻ്റെ പോർഷൻ 1, 2, 4 ആണ് അല്ലേ? സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററിയിൽ ഓണം എക്സാം പോർഷൻസ് ഏതൊക്കെയാണ്? 1, 2, 4 എന്നീ ചാപ്റ്റേഴ്സാണ്. ജോഗ്രഫിയിലും 1, 2, 4 എന്നീ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുകയാണ്, 3ാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിന് ഇല്ലേ? 3ാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിനില്ല. 3ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അത് ക്രിസ്മസ് എക്സാമിനാണ് ചോദിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. സിലബസ് അനുസരിച്ച് 3ാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിനില്ല. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ. സിലബസ് അനുസരിച്ച് സോഷ്യൽ സയൻസ് 1 അഥവാ ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യൽ സയൻസ് 2 അഥവാ ജോഗ്രഫി ആണെങ്കിലും അത് ഓണം എക്സാമിന് ചോദിക്കില്ല. ഓണം എക്സാമിന് ചോദിക്കില്ല. ഓണം എക്സാമിന് ചോദിക്കില്ല. അപ്പോൾ സോഷ്യൽ സയൻസ് 1ലെയും 2ലെയും ചാപ്റ്റർ 3 ഓണം എക്സാമിന് ചോദിക്കില്ല. അത് എവിടെയായിരിക്കും ചോദിക്കുക? ക്രിസ്മസ് എക്സാമിനായിരിക്കും. ഇനി ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് ഓണം എക്സാം ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ടേക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ്, ആശയങ്ങളും ആദ്യകാല ആശയങ്ങളും എന്നുള്ള 2ാമത്തെ ചാപ്റ്റർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഇനി ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ, ഇൻ ദ എക്സ്പാൻസീവ് പ്ലാൻ, വിശാല സമതല ഭൂമിയിൽ, ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി, രാജ്യ പുരോഗതിക്ക്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഓണം എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ? 3ാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിന് പഠിക്കേണ്ടതില്ല. അത് ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഠിക്കാനുണ്ടാവും. പിന്നെ പല കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ മിഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെയാണ് മിഡ് ടൈം എക്സാമിനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചാപ്റ്റർ എഡ്യൂപോർട്ട് ആപ്പിൽ കംപ്ലീറ്റ് ഫ്രീ ആട്ടോ. നിങ്ങൾ ഹിന്ദി, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും എഡ്യൂപോർട്ട് ആപ്പ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതിലുള്ള എഡ്യൂപോർട്ട് ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ ക്ലാസ്സുകാർക്കും ഫ്രീ ആണ്. മിക്കവാറും നിങ്ങളുടെ മിഡ് ടൈം എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തോ ഒന്ന് സെറ്റാക്കി വെച്ചോ. മിഡ് ടൈം എക്സാമിന് ശേഷം ഓഗസ്റ്റിലായിരിക്കും ഓണം എക്സാം ഉണ്ടാവുക. അപ്പോൾ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ G-Board Class 9 യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. Bye.